അയ്യ വണക്കം. ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഭക്തരെല്ലാവരും ഞെട്ടിപ്പോകും. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്ന് ചറ പറ എന്ന് പറഞ്ഞു പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ദേവസ്വം ബോർഡും പിന്നെ ഇതിന് കൂട്ടുനിന്ന എല്ലാവന്മാരും കുടുങ്ങും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല. എന്തായിരുന്നാലും ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ പമ്പാ തീരത്തൊരു AC മുറി കെട്ടി അവിടെ സഖാവ് പിണറായി വിജയൻ വന്നു നിന്ന് കല്ലും മുള്ളും കാലിക്ക് മെറ്റെ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ ഇത്രയും വലിയ അടിച്ചുമാറ്റൽ ശബരിമലയിൽ നടത്തിയിട്ടാണ് സഖാവ് ഇതൊക്കെ പ്രസംഗിക്കുന്നതെന്ന് നാട്ടുകാരറിയാതെ പോയി, സഖാവെ അറിയാതെ പോയി. ആ സമയത്ത് സംഘികൾ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടോ, പിണറായി സഖാവ് ഹിന്ദുത്വ ലൈനിലേക്ക് വന്നത് കണ്ടോ, അതാണടാ അയ്യപ്പൻ, അതാണടാ സഖാവ്. അതായത് ഈ ആഗോളത്തിലിരിക്കുന്ന, നമ്മുടെ ഭീമരഘുവണ്ണൻ പറഞ്ഞ പോലെ ഈ ആഗോളത്തിലിരിക്കുന്ന അയ്യപ്പനെ സമ്പൂർണ്ണമായിട്ട് എടുത്ത് മത്തിയിട്ടാണ് സഖാവ് അവിടെ നിന്ന് പ്രസംഗിക്കുന്നതെന്ന് ഞങ്ങൾ അറിയാതെ പോയി, സഖാവേ അറിയാതെ പോയി എന്നുള്ളത് ഭക്തരുടെ ആദ്യത്തെ തെറ്റ്. ഇനി ശബരിമലയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹം അവിടെ ഇരിപ്പുണ്ടല്ലോ, ഇല്ലേടേ, ഒറിജിനൽ അല്ലേടേ അതൊക്കെ? അതേ ഇനി പൂശി വെച്ചേക്കണേ? അല്ല, ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. നമ്മൾ പോയി തൊഴുന്നുണ്ടല്ലോ അയ്യപ്പനെ, ആയിരിക്കും, ഒറിജിനൽ ആയിരിക്കും. സ്വാമി ശരണം. എന്തായിരുന്നാലും ഈ സംഭവം എവിടെ നിന്നാണ് തുടങ്ങിയത്, എന്താണ് ഈ സംഭവത്തിൻ്റെ പിന്നിൽ? നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ശബരിമല ദ്വാരപാലകന്മാരെ കൊണ്ടുപോകുന്നു, തൂക്കം കുറയുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, ആ നമ്പൂതിരിയുടെ വീട്ടിൽ നിന്നും ഈ സ്വർണ്ണപ്പാളി കിട്ടി, ഈ നമ്പൂതിരിയുടെ വീട്ടിൽ നിന്നും ആ സ്വർണ്ണപ്പാളി കിട്ടി, നമ്പൂതിരിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും അന്തർജനത്തിൻ്റെ വീട്ടിൽ നിന്നും അത് കിട്ടി, നമ്പൂതിരിയുടെ അമ്മ രംഗത്ത് വരുന്നു. ഇതെന്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവം? അതായത് സെപ്റ്റംബർ 20 ഈ അയ്യപ്പ സംഗമം നടക്കുന്നത്. ഈ അയ്യപ്പ സംഗമം നടന്നു കഴിഞ്ഞ ശേഷം ഈ വിവാദങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ നമ്മുടെ ദേവസ്വം പ്രസിഡന്റ് സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ മറ്റേതെടുത്തു. ഏത്? ഞാൻ മറ്റേതെടുക്കട്ടെ എന്ന് പറയുന്നത് പോലെ സർക്കാരിനെ കരിവാരി തേക്കാൻ മനഃപൂർവ്വം നടത്തുന്നതാണിത് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ലൈനാണ് ഈ പുള്ളിക്കാരൻ പിടിച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 2019 ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ കാണാതായത്. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി കാണാതെ പോയി. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. 2019 ഈ സ്വർണ്ണപ്പാളി കാണാതായി. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ സംഭവം നടന്നത് മെനങ്ങാന്ന 4 അപ്പോൾ 2019 സർക്കാർ ഈ ആഗോള അയ്യപ്പ സംഗമം ഇപ്പോൾ, അതായത് ഈ സെപ്റ്റംബർ 20 നടത്തും 2025 എന്ന് മനസ്സിലാക്കിയ ഏതോ അമേരിക്കൻ ബൂർഷ്വാസിയാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് സഖാവ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ CIക്കൊക്കെ ഇതിൽ വലിയ വലിയ പങ്കുണ്ട്. സഖാവ് കേട്ടിട്ടില്ലേ, നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ ഡീപ് സ്റ്റേറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദിയൊന്നും അല്ല. സഖാവിൻ്റെ പേര് കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ട്രംപ് കിടുകിടാ വിറച്ച് മൂത്രം ഒഴിക്കണത് എന്നുള്ളതാണ് വേറൊരു കാര്യം. അതുകൊണ്ട് ഇത് സഖാവിനെ മനഃപൂർവ്വം താഴെ ഇറക്കി ഭക്തന്മാരെ ഇവിടെ ഇറക്കി വിട്ട്, അല്ല മോദി കയറിയ ശേഷം നമ്മൾ അങ്ങനെ പല കലാപങ്ങളുമാണല്ലോ കേൾക്കുന്നത്. ജെൻസി കലാപം, ഇവിടെയാണെങ്കിൽ ഒരു ഭക്ത കലാപം, ഭക്ത കുചേലനായിട്ടുള്ള സഖാവിനെ തകർക്കാനായിട്ട് ഒരു ഭക്ത കലാപമാണ് CIA അഥവാ ഡീപ് സ്റ്റേറ്റ് സഖാവിനെ താഴെ ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ തളർന്നു കൊടുക്കരുത് സഖാവേ, നമ്മൾ തളർന്നു കൊടുക്കരുത്. പണ്ട് ചെഗുവേര റബ്ബർ വിളക്കകത്തിരുന്ന് ആകാശത്തേക്ക് നോക്കി ആരെങ്കിലും ആറ്റം ബോംബ് ഇടുന്നുണ്ടോ എന്ന രീതിയിൽ നടത്തിയ പല യുദ്ധങ്ങളും ഇനി നമ്മൾ പുറത്തെടുക്കേണ്ടി വരും എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടന്നത്? കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരികയാണെങ്കിൽ ശബരിമലയിൽ 2 ദ്വാരപാലകരുണ്ട്. ഈ 2 ദ്വാരപാലകരുടെ മേൽ സ്വർണ്ണപ്പാളികളാണ് ഒട്ടിച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് നിന്ന് സഖാക്കന്മാരെല്ലാം ഇങ്ങനെ കൈകുമ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അയ്യപ്പൻ്റെ വിഗ്രഹത്തിലോട്ട് നോട്ടം പോകുന്നതായിട്ട് എനിക്ക് ഇതുവരെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ചോദിച്ചത്, അത് ഒറിജിനൽ തന്നെ അല്ലേടേ എന്ന് ഞാൻ ആദ്യമായിട്ട് ചോദിച്ചത് അതുകൊണ്ടാണ്. എന്തായിരുന്നാലും 2 ദ്വാരപാലകരിലോട്ടുമാണ് സഖാക്കന്മാരുടെ കണ്ണുകൾ ഇങ്ങനെ പോകുന്നത്. എന്ത് ഭംഗി! നമ്മൾ വിചാരിക്കും ഭക്ത കുചേലന്മാരാണെന്ന്. പക്ഷേ 2 ദ്വാരപാലകന്മാരും നല്ല പള 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 വെട്ടിത്തിളങ്ങുന്ന രീതിയിലാണ് അവിടെ നിന്നിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 2 ദ്വാരപാലകരിലേക്കും കണ്ണുകൾ പോയ ഈ സഖാക്കൾ എന്ത് ചെയ്തു? ദേവസ്വം ബോർഡ് സഖാക്കൾ എന്ന് എടുത്തു പറയണം. ഈ സഖാക്കൾ പ്രധാനമായും ചെയ്തത് ഇതിലെ കുറച്ച് പാളികളങ്ങ് ഇളക്കാം. പാളികളങ്ങ് ഇളക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പാളികൾ ഇളക്കിയിട്ട് നമുക്ക് അറ്റകുറ്റപ്പണിക്കായിട്ട് അങ്ങോട്ടേക്ക് കൊടുത്തയക്കാം. എങ്ങോട്ടേക്കെങ്കിലുമൊക്കെ കൊടുത്തയക്കണമല്ലോ, എങ്കിലല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കൂ. അപ്പോൾ ഇത് എങ്ങനെ കൊടുത്തയക്കും? ഈ പാളി എങ്ങനെ വെറുതെ ഇളക്കിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ശബരിമലയാണ്. 2018 19 സ്ത്രീകൾ പ്രവേശിച്ചപ്പം സഖാവിനെ കുന്തത്തി കുത്തി നിർത്തിയതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ ലോക്സഭയിൽ നമുക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ പാളികൾ ഇളക്കണമെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ വേണ്ടി വരുമെന്ന് വിചാരിച്ച സഖാക്കന്മാർ ഡീപ് സ്റ്റേറ്റിന് വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. എങ്ങനെയാണ് ആ മാസ്റ്റർ പ്ലാൻ വരുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി, എന്തൊരു പേര്! നമ്മുടെ അമർ അക്ബർ അന്തോണിയിൽ ഒരു ക്യാരക്ടറുണ്ട്, നമ്മുടെ രമേശ് പിഷാരടിയുടെ. ആരെ കണ്ടാലും ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ തൊഴും. അതെല്ലാം തെറ്റല്ലേ ചേട്ടാ? ആരെങ്കിലും എടാ എന്നൊരു വാക്ക് പറഞ്ഞ് അയ്യോ അങ്ങനെ വിളിക്കല്ലേ,
ഒരാളെ അങ്ങനെ നമ്മൾ സംബോധന ചെയ്യില്ലേ, അയ്യോ മോശം മോശം എന്ന് പറയുന്ന. അവസാനം കഞ്ചാവ് കൃഷിയായിരുന്നു വീട്ടിൽ പിടിച്ചുകൊണ്ട് പോകുന്ന സീനൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇങ്ങോട്ട് ആസ്വദിച്ചാണ്. സമാനമായിട്ടുള്ള രീതിയിൽ ഒരു പോറ്റി വരുന്നു, അവൻ അവതരിക്കുകയാണ്. അവൻ്റെ പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള പേര് വരുമ്പോൾ ആർക്കും സംശയം തോന്നില്ലല്ലോ, കാരണം അറ്റത്തൊരു പോറ്റിയുണ്ട്. ഇനി അടുത്തതായിട്ട് ശബരിമലയിൽ അതിനു മുമ്പാണോ അതിനിടയ്ക്കാണോ എന്ന് എനിക്കറിയില്ല, ഒരു ഹലാൽ ഏലക്ക ഒരു സംഭവം നടന്നു. ഈ ഹലാൽ ഏലക്ക എങ്ങനെയാണ് ശബരിമലയിൽ വിതരണം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള സകല ഹിന്ദുത്വ സംഘടനകളും പോക്കില പ്രതിഷേധമായിരുന്നു ശബരിമലയിൽ കിടന്നുകൊണ്ട്. അവസാനം ഈ ഹലാലൊക്കെ അവിടെ നിന്ന് കട്ട് ചെയ്ത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രതിഷേധം വന്നുകൊണ്ടല്ലോ, ആരെ കൊണ്ടുവന്നാലും അതിൻ്റെ അപ്പുറത്തൊരു പോറ്റിയോ ഒരു നമ്പൂരിയോ ഒക്കെ ഇട്ടേക്കണം. അപ്പോൾ പിന്നെ ഒരു ഡൗട്ടിനുള്ളൊരു ചാൻസ് അവിടെ വരില്ല. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു സ്വകാര്യ വ്യക്തി വരുന്നു. ഈ സ്വകാര്യ വ്യക്തി എന്താണ് ചെയ്തത്? ദ്വാരപാലക ശില്പങ്ങൾ, ഈ ശില്പങ്ങളിൽ പൂശിയിരിക്കുന്ന അല്ലെങ്കിൽ വച്ചിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളി, ഒട്ടിച്ചിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളികൾ 1998 99 മറ്റോ ഒട്ടിച്ചതാണ്. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് എൻ്റെ സ്വപ്നത്തിൽ അയ്യപ്പൻ വന്ന് പറഞ്ഞത്, മകനെ ഈ 2 പാളി നീ അടിച്ചോ, ഈ 2 പാളി നീ എടുത്തോ, നീ എടുത്തിട്ട് നീ അങ്ങ് ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് നീ ഒരു കാര്യം ചെയ്യും, ഈ സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണിയൊക്കെ തീർത്തിട്ട് കൊണ്ടുപോവാ, ചുമ്മാ വെറും പരോപകാരം, അത് മാത്രമായിരിക്കണം നിൻ്റെ ലക്ഷ്യം എന്ന് അയ്യപ്പ എന്നോട് പറഞ്ഞു. അമ്മച്ചിയാണ് എൻ്റെ ഉയിരെടുക്കുന്നതിന് മുമ്പേ അയ്യപ്പ ഇത് പറഞ്ഞുകൊണ്ട് എനിക്കിതൊക്കെ നടത്താനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്യുന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റി 1999 സ്ഥാപിച്ച ഈ ഒരു സാധനം സ്വന്തം ചെലവിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാളി ഇളക്കിക്കൊണ്ട് പോകാനുള്ള ഒരു അനുമതി എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ത് ചെയ്യുന്നു? കത്ത് കിട്ടേണ്ട താമസം, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്ന് പറയാനിരിക്കുകയായിരുന്നു ഇളക്കി കൊണ്ടുപോകാൻ. ഈ ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു? തരാം, അതായത് വന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി, അതിനു മുമ്പേ ഇളക്കാനായിട്ട് അവിടെ ആൾ റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്ത് അങ്ങ് ഇളക്കാം എന്ന് പറഞ്ഞ് ഈ 2 സംഭവങ്ങളും ഇളക്കുന്നു. 42 കിലോയാണ് ഇത് വെയിറ്റ് വരുന്നത്, 42 കിലോ. ഈ 42 കിലോ ഉള്ള ഈ സ്വർണ്ണപ്പാളികൾ 2 ദിവസങ്ങളായി, അതായത് ആദ്യത്തെ ദിവസം ഈ സ്വർണ്ണപ്പാളികളും രണ്ടാമത്തെ ദിവസം പീഠം, അത് രണ്ടും ദേവസ്വം ബോർഡ് ഇയാൾക്ക് എടുത്തു കൊടുത്തു. അങ്ങനെ ദേവസ്വം ബോർഡ് ഇയാൾക്കത് എടുത്തു കൊടുത്തപ്പോൾ ഇയാൾ സ്വന്തം നിലയിൽ എന്ത് ചെയ്തു? അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ഇതാണ് സംഭവം. ഇയാളത് സ്വന്തം നിലയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ അത് കണ്ടുപിടിച്ചത് ദേവസ്വം വിജിലൻസും അല്ല, ഭക്തർ തീരെയല്ല, പിന്നെ സഖാക്കന്മാർ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. അത് കണ്ടുപിടിച്ചത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്? ഹൈക്കോടതി വളരെ ആക്സിഡൻ്റലിയാണ് ഇത് കണ്ടുപിടിച്ചത്. യഥാർത്ഥത്തിൽ ഇതാണ് ഈ ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയുന്നത്. അതായത് ഒരുത്തൻ ഒരു ബൈക്കും അടിച്ചുകൊണ്ട് പോകണമെന്ന് വിചാരിക്കുക, ഒരു പാവപ്പെട്ടവൻ്റെ ഒരു ബൈക്ക്, ആ ബൈക്കും അടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക്, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ ആശുപത്രി കൊടുക്കാൻ വെച്ചിരുന്ന പൈസ ഒരു 2-3 ലക്ഷം രൂപ അവൻ്റെ ഏതെങ്കിലും ബന്ധുവിനോ മകനോ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന അവന് ആശുപത്രിയിൽ എന്തെങ്കിലും ഓപ്പറേഷന് വെച്ചിരിക്കുന്ന പൈസ അടിച്ചുകൊണ്ട് പോക്കറ്റിനകത്താക്കി അവൻ്റെ പൾസർ ബൈക്കിൽ പോഞ്ഞു പോവുകയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ കൈ വരുന്നത്. ഈ പാഞ്ഞു പോയി അവൻ നേരെ ഇടിച്ചു കയറ്റണത്, വണ്ടി ഇടിച്ചു കയറ്റുന്നത് ഏതെങ്കിലും പോലീസ് വണ്ടിയിലായിരിക്കും. അതാണ് പറയുന്നത് ദൈവമുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കും. അതായത് ഇങ്ങനെ കള്ളന്മാരൊക്കെ പിടിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അതിനെയാണ് നമ്മുടെ പോലീസുകാരും കോടതിയൊക്കെ ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം പുറത്തേ വരില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. അങ്ങനെയാണ് ഹൈക്കോടതി ഇത് കണ്ടുപിടിക്കുന്നത്. ഇനി ഹൈക്കോടതി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? ഈ ഹൈക്കോടതി ഇത് കണ്ടുപിടിക്കുന്നത് ഈ ദ്വാരപാലകരെ എടുത്തുകൊണ്ടുപോയത് ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെയാണ് എന്ന് കണ്ടുപിടിച്ച ഹൈക്കോടതി എന്തു പറയുന്നു? ഈ ദ്വാരപാലകരുടെ ഈ പാളികൾ തിരിച്ചെത്തിക്കണം എന്ന് സർക്കാരിനോട് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് പറഞ്ഞപ്പോൾ, ദേവസ്വം ബോർഡ് തിരിച്ചു പറഞ്ഞ മറുപടി തിരിച്ചു കൊണ്ടുവരണോ അല്ലേ? പക്ഷേ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഹൈക്കോടതി ചോദിച്ചാൽ അതെന്തുകൊണ്ടാണ് പറ്റാത്തത്? അത് ഞങ്ങൾ ഉരുക്കിപ്പോയി. അതായത് ആ സാധനം നമ്മൾ ഉരുക്കി കഴിഞ്ഞു, അതുകൊണ്ട് ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു വിചിത്രമായിട്ടുള്ളൊരു മറുപടിയാണ് ഇവരങ്ങോട്ടേക്ക് കൊടുത്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം എന്ന് ഹൈക്കോടതി പറയുന്നു. ഇങ്ങനെയാണ് ഈ അന്വേഷണം തുടക്കുന്നത്. അതിന് സ്പെഷ്യൽ കമ്മീഷണറെ വെച്ചു. സ്പെഷ്യൽ കമ്മീഷണറെ വച്ചപ്പോൾ 2019 മുതലുള്ള രേഖകൾ ഇങ്ങോട്ടേക്ക് പരിശോധിച്ചു തുടങ്ങി. അങ്ങനെ 2019 മുതലുള്ള രേഖകൾ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുന്നതിനിടയിൽ ആക്സിഡൻ്റലിയാണ് ഈ ദ്വാരപാലകന്മാരിലെ 2 പാളികളും എടുത്തുകൊണ്ട് പോയതായിട്ടുള്ള ഒരു സംഭവം ഹൈക്കോടതിയുടെ കണ്ണിൽ പെടുന്നത്. നേരത്തെ ദ്വാരപാലകന്മാരെ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതായിരുന്നു ഹൈക്കോടതി അന്വേഷിക്കാൻ പറഞ്ഞത്. പക്ഷേ ഈ 2019 നിന്നും ഇങ്ങോട്ടേക്ക് ചെകഞ്ഞപ്പോൾ കോടതിക്ക് മനസ്സിലായി, 2 പീഠം കാണാനില്ലല്ലോ ഡേ. 2 പീഠം മാത്രമല്ല, 42 കിലോ തൂക്കം ഉണ്ടായിരുന്നു ഈ സാധനത്തിന്. ഈ 42 കിലോ തൂക്കമുള്ള ഈ പീഠത്തിൻ്റെ കൂടെ ദ്വാരപാലകന്മാർ അവിടെ ഒട്ടിച്ചിരുന്ന 2 സെറ്റപ്പ് കാണാനില്ല, ഒരു പീഠം കാണാനില്ല. ഇതൊക്കെ എവിടെ പോയിടേ? ഇതൊക്കെ എന്ത് ചെയ്തടേ എന്ന് കോടതി ഇവരോട് ചോദിച്ചു. കോടതി ഇവരോട് ചോദിച്ചപ്പോൾ ഇവർക്ക് ഒരു ഉത്തരവുമില്ല. ഇവർക്കൊരു ഉത്തരവുമില്ല എന്നുള്ളത് മാത്രമല്ല, ഈ പോറ്റിയിലേക്ക് അങ്ങനെ കേസെത്തി. ഈ പോറ്റിയിലേക്ക് ആ കേസെത്തിയപ്പോൾ കോടതി കുറേ കാര്യങ്ങൾ ചോദിച്ചു.
2019 ജൂലൈയിലാണ് ഈ പോറ്റിക്ക് ഈ സാധനം, അതായത് ഈ 2 പാളിയും ഈ പീഠവും എടുത്ത് കൊടുക്കുന്നത്. പോറ്റി അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് ഓഗസ്റ്റിലാണ്. അതായത് 1 മാസവും 9 or 10 ദിവസമോ കഴിഞ്ഞിട്ടാണ് ഓഗസ്റ്റിൽ അവിടെ എത്തിയത്. അപ്പോൾ ഇത്രയും ദിവസം പോറ്റി ഇതെവിടെ വച്ചിരുന്നു, എന്ത് ചെയ്യുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം താമസിച്ചത് ഇത് അവിടെ എത്താൻ എന്നുള്ളൊരു ചോദ്യം കോടതി ചോദിച്ചു. ഇനി അവിടെ എത്തിയത് ശരിയായിട്ടുള്ള പീഠമാണോ? പോട്ടെ, അവിടെ എത്തിയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ശരിയായിട്ടുള്ള പാളിയാണോ എന്നും കോടതി കൃത്യമായിട്ട് ചോദിച്ചു. ഇത് ദേവസ്വം ബോർഡ് പരിശോധിച്ചോ? ഇല്ല. ഇത് ദേവസ്വം ബോർഡ് തൂക്കി നോക്കിയോ? ഇല്ല. ഇനി ആ പീഠം എവിടെയെന്ന് ചോദിച്ചു. ആ പീഠം സ്ട്രോങ് റൂമിൽ ഇരിപ്പുണ്ട് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. സ്ട്രോങ് റൂം തുറക്കാൻ പറഞ്ഞു. സ്ട്രോങ് റൂം തുറന്നപ്പോൾ അതിനകത്ത് ആ പീഠമില്ല. പിന്നെ പീഠം എവിടെ പോയി എന്ന് കണ്ടുപിടിക്കാനായിട്ട് വിജിലൻസ് കമ്മീഷണറോട് ഈ കോടതി പറഞ്ഞു. വിജിലൻസ് കമ്മീഷണർ അത് അന്വേഷിച്ചു പോയപ്പോഴാണ് പോറ്റിയുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ആ പീഠം വച്ചിരിക്കുകയായിരുന്നു. പോറ്റി എന്ത് ചെയ്തു? പോറ്റിയുടെ ഒരു സഹായിയായിട്ടുള്ള വാസുദേവനെ ഏൽപ്പിച്ചു ഈ പീഠം. വാസുദേവനെ ഏൽപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, വാസുദേവൻ ഈ അന്വേഷണം തുടങ്ങിയപ്പോൾ ഞാൻ ചത്തുകളയും എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റിയുടെ അടുത്ത് വന്ന് പോറ്റിക്ക് പീഠം കൊടുക്കുന്നു. പിന്നെ വാസുദേവനെയും കൂട്ടി പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ പോയി എന്ത്രജനത്തിൻ്റെ വീട്ടിൽ ഈ പീഠം വയ്ക്കുന്നു. അങ്ങനെ എന്ത്രജനത്തിൻ്റെ വീട്ടിൽ പീഠം വെച്ചപ്പോൾ എന്ത്രജനം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ശബരിമലയിൽ ഒട്ടിക്കാനുള്ള എന്തോ പൂവോ മറ്റെന്തോ സാധനമാണ് കൊണ്ടുവയ്ക്കുന്നത്. ഇതുപോലുള്ള പല ഉരുളികളും കിണ്ടികളും ഒക്കെ അളിയൻ കൊണ്ടുവരാറുണ്ട്. നമ്മുടെ മീശ മാധവൻ്റെ പോലെ മാധവൻ കട്ട കിണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ട് പുറത്ത് പോയിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ സാധനം, ഈ പീഠം അങ്ങനെ അവിടെ കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെ കിണ്ടിയും ഒന്തയൊക്കെ കൊണ്ടുവയ്ക്കുന്ന കൂട്ടത്തിൽ അവിടെ കൊണ്ടുവയ്ക്കുന്നു. വിജിലൻസ് കമ്മീഷണർ വന്ന് ഈ സീല് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ്, എൻ്റെ പൊന്നു സാറേ എനിക്കറിയാൻ പാടില്ല, കുറച്ച് ചോറ് വേണമെന്ന് പറഞ്ഞ് കയറി ഇരുന്നതാണ് എന്ന് പറയും പോലെ ഈ സാധനം ഇവിടെ കൊണ്ടുവച്ചതാണ് എന്ന് അമ്മച്ചി പറയുന്നത്. അങ്ങനെ എന്ത്രജനത്തിനെ അവിടെ ഇരുത്തിയിട്ട് പിന്നെ സംഭവം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മയാണ് പറഞ്ഞത്, ഈ വാസുദേവൻ എന്ന് പറയുന്ന ആൾ ചത്തുകളയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പീഠം ഉണ്ണികൃഷ്ണനെ തിരിച്ചേൽപ്പിച്ചത്. അതുവരെ സ്റ്റോറി എത്തി നിൽക്കുകയാണ്. പിന്നെ കോടതി ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ അഭാവത്തിലാണ് ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കിയത്. ഒന്നാമത്തെ കാര്യം, ആ പാളിയാണോ ഈ പാളി, അതായത് ആ കൊണ്ടുപോയ പാളിയാണോ ഈ കൊണ്ടുവന്ന പാളി, ആ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്താണ്, അതായത് ഇതിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്താണ്. പിന്നെ അവസാനമായിട്ട് കോടതി ചോദിച്ചത്, ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ആരാണ്? ഒരു സ്വകാര്യ വ്യക്തി വന്ന് ചോദിക്കുകയാണ്, എനിക്ക് 2 പാളി വേണം അയ്യപ്പൻ്റെ, ഞാൻ നന്നാക്കി കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ തന്നെ ദേവസ്വം ബോർഡ് അത് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നിങ്ങൾ നടത്തിയോ? ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? പറയൂ, പെട്ടെന്ന് പറ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ഇതോടുകൂടി CPM സകല സ്വഭാവവും മാറി. CPM ദേവസ്വം മന്ത്രിയായിട്ടുള്ള വാസവൻ ഇറങ്ങുന്നു. CPM ദേവസ്വം പ്രസിഡൻ്റായിട്ടുള്ള മറ്റേ പുള്ളി ഉണ്ടല്ലോ, സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന ആ പുള്ളി ഇറങ്ങുന്നു. അങ്ങനെ പല പുള്ളികളും ഇറങ്ങുന്നു. ഇവരെല്ലാം ഇറങ്ങിയിട്ട് എന്താണ് ചെയ്തതെന്നറിയാമോ? ഈ ഉണ്ണികൃഷ്ണൻ്റെ മേൽ സകല കുറ്റങ്ങളും അങ്ങോട്ട് കെട്ടിവെച്ചു. ഇതിൽ ദുരൂഹതയുണ്ട്. ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഉണ്ണികൃഷ്ണനെ ഏൽപ്പിക്കരുതെന്ന്. ഉണ്ണികൃഷ്ണൻ്റെ മേൽ ദുരൂഹത ആരോപിക്കുന്നു. ഉണ്ണികൃഷ്ണൻ ഭക്തരുടെ അടുത്ത് നിന്നും സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പ് നടത്തി എന്നുള്ള ആരോപണങ്ങൾ പറഞ്ഞ് ഈ ഉണ്ണികൃഷ്ണൻ്റെ തലയിൽ ഈ സാധനങ്ങളെല്ലാം എടുത്ത് വച്ചു കൊടുക്കുന്നു. പോരാത്തതിന് സ്വർണ്ണപീഠം ഒളിപ്പിച്ചയാളുടെ പരാതിക്കു പിന്നിൽ ഗൂഢാലോചനയാണ് എന്ന് CPM പറഞ്ഞു പരത്തുന്നു. മന്ത്രി വാസവൻ അങ്ങനെ പറഞ്ഞു പരത്തുന്നു. ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും വിജിലൻസ്. പാർട്ടിയിലാണെങ്കിൽ തരം താഴ്ത്തിയതിന്, അല്ലെങ്കിൽ പരസ്യമായിട്ട് കൊഞ്ഞണം കുത്തും. ഇതാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇത് നിയമപരമായിട്ടുള്ള സംഭവമാണ്. ഭക്തരപ്പുറത്ത് കമ്പും കുറുകൂടിയായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് ഇയാൾക്കെതിരെ എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് രംഗത്തെത്തുന്നു. ദേവസ്വം ബോർഡിനെയാണ് ഇയാൾ സംശയനിലയിൽ നിർത്തിയിരിക്കുന്നത്, ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് മന്ത്രി V. വാസവൻ വലിയ രീതിയിലുള്ള ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നു. കോടതി നടപടികൾ എല്ലാം പൂർത്തിയായ ശേഷം, അതായത് കോടതി നടപടികളൊന്നും തീർന്നു കഴിഞ്ഞ ശേഷം ഇയാൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ ആലോചിക്കും എന്ന് പറയുന്നു. അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുമ്പെങ്കിൽ ഞങ്ങൾ ഇത് അറിഞ്ഞെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ കോടതി എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്, അതായത് ദേവസ്വം മന്ത്രി പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ദേവസ്വം വിജിലൻസ് പീഠം പിടിച്ചെടുത്തു. എങ്ങനെ? ദേവസ്വം വിജിലൻസ് പീഠം പിടിച്ചെടുത്തു. നന്നായിരിക്കുന്നു. ദേവസ്വം വിജിലൻസാണ് പീഠം പിടിച്ചെടുത്തത് എന്നുള്ളൊരു സംഭവം അണികൾക്കിടയിലേക്ക് ഇവർ ഇളക്കി വിട്ടിട്ടുണ്ട്. ഇതുവരെയാണ് സ്റ്റോറി എത്തി നിൽക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത്, അറബിക്കഥ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഈ അറബിക്കഥ എന്ന് പറഞ്ഞൊരു സിനിമയിൽ കരുണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, ഒരു സഖാവ്.
ഈ കരുണൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് പാർട്ടിയിൽ വളർന്നു വരാനായിട്ട് ആദർശശാലിയായിട്ടുള്ള മുകുന്ദൻ എന്ന് പറയുന്ന ശ്രീനിവാസൻ്റെ ക്യാരക്ടറിനെ ഒരു കള്ളക്കേസിൽ കൊടുക്കും. ശ്രീനിവാസൻ്റെ ക്യാരക്ടറിനെ കള്ളക്കേസിൽ കൊടുക്കുന്നത് എങ്ങനെയാണ്? ശ്രീനിവാസൻ്റെ അച്ഛൻ ഒരു ഭീമമായിട്ടുള്ള ലോൺ എടുത്തിട്ടുണ്ട്, ആ ലോൺ തിരിച്ചടച്ചില്ല, അത് അടയ്ക്കാനായിട്ട് മുകുന്ദൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് അറബിക്കഥയിൽ ശ്രീനിവാസൻ എന്ത് ചെയ്യുന്നത്? കയറി അറബി നാട്ടിലോട്ട് ഒട്ടകത്തിനെ കറക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ പോയ മുകുന്ദൻ്റെ അച്ഛൻ മരിച്ചുപോയി. അതുകൊണ്ട് അച്ഛനോട് ചോദിക്കാൻ ഒരു വകുപ്പുമില്ല. അതിന് കൂട്ടുനിന്നത് ഒരു ബാങ്ക് മാനേജറാണ്. കള്ളരേഖ ഉണ്ടാക്കാൻ വ്യാജരേഖ ഉണ്ടാക്കി ഇയാൾ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, പല ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട്, ഭീമമായിട്ടുള്ളൊരു തുകയുണ്ട് എന്ന് പറഞ്ഞ ഒരു ബാങ്ക് മാനേജറാണ് ഇതിൻ്റെ നെടുംതൂണായിട്ട് നിന്നത്. ഈ ബാങ്ക് മാനേജറെ സമീപിച്ചാണ് ഈ കരുണൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഇയാളെ കുടുക്കി, അതായത് മുകുന്ദനെ കുടുക്കി അങ്ങോട്ടേക്ക് അയക്കുന്നത്. അവസാനം ഈ തട്ടിപ്പ് പുറത്താവും. മുകുന്ദൻ അവിടെ പോയി അധ്വാനിച്ച് പിണ്ടവളവ് ഈ കരുണൻ എന്ന് പറയുന്ന ക്യാരക്ടറുടെ മന്ത്രിയാവുമ്പം സകല കള്ളക്കളിയും പുറത്തു വരും. അപ്പോൾ ഈ ബാങ്ക് മാനേജർ, നമുക്ക് ഈ ബാങ്ക് മാനേജറെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് സങ്കല്പിക്കാം. ഈ ബാങ്ക് മാനേജർ ഓടി കരുണൻ്റെ അടുത്തെത്തും. എന്നിട്ട് പറയും, സഖാവേ, എല്ലാവരും കൂടെ എന്നെ തല്ലിക്കൊല്ലുമെന്നാണ് തോന്നുന്ന സഖാവേ എന്ന് പറയും. അപ്പോൾ കരുണൻ പറയും, ഞാനെന്ത് ചെയ്യാനാ അതിന്? സഖാവ് പറഞ്ഞിട്ടല്ലേ ഞാൻ അതൊക്കെ അന്ന് ചെയ്തത്, അതിന് തെളിവൊന്നുമില്ലല്ലോ എന്ന് കരുണൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഈ ബാങ്ക് മാനേജറുടെ സകല ഗ്യാസും പോവും. അതാണ് സുഹൃത്തുക്കളെ സത്യം പറഞ്ഞ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മൂട്ടി തീ പിടിച്ചോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സിറ്റുവേഷനാണ് നിലവിലുള്ളത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇതാണ് ശബരിമലയിൽ നടക്കുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തിരുവിതാംകൂർ രാജകുടുംബം എന്ന് പറഞ്ഞൊരു കുടുംബമുണ്ട്. പോണ പോക്കിൽ ആക്ഷേപമാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിന് ഇവറ്റകൾ എല്ലാം കൂടെ, പ്രത്യേകിച്ച് സഖാക്കന്മാർ. ഇവർ പറയുന്നത് ആ തിരുവിതാംകൂർ രാജകുടുംബം അവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ സ്വർണം വെട്ടിപ്പിടിച്ചതാണ്, ആ സ്വർണം അടിച്ചു മാറ്റിയതാണ്, ആ സ്വർണത്തിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. രാജാവ് നടന്നു വരുമ്പോൾ രാജാവിൻ്റെ പിറകെ കുറേ പരിവാരങ്ങൾ വരും. എന്നിട്ട് നിലവറ നൈസായിട്ട് തുറന്ന് അകത്തേക്ക് കയറും. അകത്തേക്ക് കയറിയിട്ട് രാജാവ് പുറത്തേക്ക് വരുമ്പോൾ ഒരു കിഴിയും കൊണ്ടാണ് പറഞ്ഞത്. ആ കിഴി രാജാവ് പല പല കിങ്കരന്മാർക്ക് കൊടുക്കും. ഇങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ള ഡയലോഗുകളാണ് അവരടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ള ഡയലോഗ് അടിക്കുന്ന അവർ ഒരു ചെറിയ ക്ഷേത്രമായിട്ടുള്ള, അതായത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ബാഹുല്യവും അതിനകത്തിരിക്കുന്ന സ്വർണ്ണത്തിൻ്റെ അളവ് വെച്ച് നോക്കുമ്പം ഇവിടെ വരുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള, അതിൻ്റെ ഒരു അളവ് വെച്ച് നോക്കുമ്പോഴെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വരുന്ന സ്വർണ്ണം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള സ്വർണ്ണമാണ്. അതിൻ്റെ അളവ് വെച്ച് നോക്കും. അതിൽ പോലും ഇത്തരത്തിലുള്ളൊരു അഴിമതിയും കാര്യങ്ങളും അടിച്ചു മാറ്റലും കാണിക്കുന്ന ഇവരാണ് ഇത്രയും സ്വർണം അതിനകത്ത് ശേഖരിച്ചു വെച്ച രാജാക്കന്മാരെ കുറ്റം പറയാൻ നടക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇനിയിപ്പോൾ ഞാൻ രാജഭരണത്തിനെ അനുകൂലിച്ചേ എന്ന് പറഞ്ഞ് കുറേ എണ്ണ എത്തും. അതങ്ങനെ കുറേ മരപ്പാഴികൾ. എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക്കായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ അതിഭീകരമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ചില കാര്യങ്ങളൂടെ പറയാനുണ്ട്. അതായത് നമ്മുടെ ഹിന്ദു മിത്തോളജി അനുസരിച്ച്, അതായത് ഹിന്ദു പുരാണം അനുസരിച്ച്, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർ വിശ്വസിക്കേണ്ട, അത്രയേ ഉള്ളൂ. വിശ്വസിക്കാത്തവന്മാർ വേറെ എന്തിനെങ്കിലും വിശ്വസിച്ചോ. അല്ലെങ്കിൽ ആ നാലാന്ന ഒരു പെണ്ണ് മറ്റേ ഈ ഏഷ്യാനെറ്റിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ കോളേജ് പിള്ളേരുടെ ഇടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചോദിക്കും, നരേന്ദ്രമോദിയെ ഇകഴ്ത്താനായിട്ട് ചോദിക്കുന്നതാണ്, മോദി വർഗീയവാദിയല്ലേ? അപ്പോൾ അവിടെയുള്ള പിള്ളേരെല്ലാം പറയും അതെ 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 എന്ന് പറയും. ആരെങ്കിലും അല്ല എന്ന് പറഞ്ഞാൽ തീരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണിനോട് ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വരാൻ കാരണം, എന്താണ് ആ സെറ്റപ്പ്? ആ പെൺകുട്ടിക്ക് ജാതിയില്ല മതമില്ല, ജാതിയില്ലാത്ത കോളവും മതമില്ലാത്ത കോളവുമില്ല ഒഴിച്ചിട്ട് ാണ്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ അങ്ങനെയാണ് വളർത്തിയത്, ജാതിയില്ല മതമില്ല എന്നുള്ള രീതിയിലാണ് എന്നെ വളർത്തിയത്. ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. പിന്നെ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്. അത് അയാൾ അപ്പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ട് അവതാരം, കമ്മ്യൂണിസ്റ്റാണോ? അതെ കമ്മ്യൂണിസ്റ്റാണ്. എങ്ങനെ കമ്മ്യൂണിസ്റ്റ്? ആദ്യം പറഞ്ഞ് ഞാൻ മനുഷ്യനെന്ന്. അതായത് ഞാനൊരു ഹിന്ദുവാണ്, അവനൊരു മുസ്ലിമാണ്, അപ്പുറത്ത് നിൽക്കുന്നവൻ ക്രിസ്ത്യാനിയാണ്, ഇപ്പുറത്ത് നിൽക്കുന്നവൻ നായരാണ്, ഇപ്പുറത്ത് നിൽക്കുന്നവൻ ഈഴവനാണ്, അപ്പുറത്ത് നിൽക്കുന്നവൻ വേറെ എന്തെങ്കിലും ഒരു ജാതിയാണ്. മോളെന്താണ്? ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. അത്ര മാത്രമേ ഉള്ളൂ അതിനകത്ത് വ്യത്യാസം. ഹ്യൂമൻ ബീയിങ് ആയിരുന്നാൽ ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം, അവിടെ കമ്മ്യൂണിസ്റ്റ് പോലും കടന്നു വരാൻ പാടില്ല എന്നാണ് ആ സമയം എനിക്ക് തോന്നിയത്. എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആ സംസ്കാരത്തിൽ ചെയ്ത, അല്ലെങ്കിൽ ആ ജന്മത്തിൽ ചെയ്ത ഒരു പിടി കർമ്മങ്ങളുടെ ഫലം ശേഖരിച്ചുകൊണ്ട് അടുത്തൊരു ശരീരമെടുക്കും. എന്നിട്ട് മോക്ഷത്തിലേക്കുള്ള പ്രയാണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എന്നോട് പലപ്പോഴും പല ഗുരുക്കന്മാരടക്കം പറഞ്ഞിട്ടുള്ളത്, ഈ അമ്പലങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് അമ്പലങ്ങളിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കുന്നവൻ, ദൈവത്തിൻ്റെ അടുത്ത് നിന്നും ഒരു രൂപ പോലും എടുക്കുന്നവൻ
അടുത്ത ജന്മത്തിൽ എന്താകും അവൻ്റെ ഗതി എന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്നു. ഇതുപോലെ എന്തോ ഒരു കേസ് വന്നപ്പോൾ ഒരു സന്യാസിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, എടേ നീ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ 3 മണിക്കൊക്കെ നിർമ്മാല്യം തൊഴാൻ പോകണം. അവിടെ 3:30-ക്കാണ് അമ്പലം തുറക്കുന്നത്. അപ്പോൾ 3 മണിക്കൊക്കെ നിർമ്മാല്യം തൊഴാനായിട്ട് പോകുമ്പോൾ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കുറേ തെരുവ് പട്ടികൾ ഇങ്ങനെ കിടക്കും, തെരുവ് നായ്ക്കൾ അതിങ്ങനെ കിടക്കും. അതിങ്ങനെ കിടക്കുന്നത് എന്തിനാണെന്നറിയാമോ? പത്മനാഭന് കാവൽ കിടക്കുന്നതാണ്. പത്മനാഭന് കാവൽ കിടക്കുന്നതാണ് ഈ തെരുവ് നായ്ക്കളെന്ന് പറയുന്നത്. ഈ പത്മനാഭൻ്റെ ആ നടയിലേക്ക് ആരെങ്കിലും ഒരു മോശം ഉദ്ദേശത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ ഇത് ചാടി എഴുന്നേറ്റ് കുരയ്ക്കാൻ തുടങ്ങും, അതിഭീകരമായിട്ട് കുരയ്ക്കാൻ തുടങ്ങും. എന്നാൽ അവിടെ വരുന്ന ഒറിജിനൽ ഭക്തന്മാരെ ഇതിനറിയുകയും ചെയ്യാം. ഈ തെരുവ് നായ്ക്കൾ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, ഇതുപോലെ നിനക്ക് ഒരു 100 ജന്മം കിടക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിന്ന് നീ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ആ പാവം തീരുന്നത് വരെ നീ ഒരു 100 ജന്മം ഇതുപോലെ കിടക്കേണ്ടി വരും. കള്ളനും കൊള്ളക്കാരനും ഒക്കെ അമ്പലത്തിൽ കയറി ഈ പരിപാടി കാണിച്ചാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത് എന്ന് ആ സ്വാമി എന്നോട് പറഞ്ഞ ആ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ശരിയോ തെറ്റോ അങ്ങനൊരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അപ്പം ശരി.